പുൽപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ കുടുംബം പരാതിയുമായി രംഗത്ത്. സംഭവം നടന്ന് 2 വർഷം കഴിഞ്ഞിട്ടും സർക്കാർ രേഖാമൂലം ഉറപ്പു നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ലെന്ന് കുടുംബം പറയുന്നു. ഫെബ്രുവരി 16 വനം വകുപ്പിൽ താൽക്കാലിക വാച്ചറായിരുന്ന പോൾ കുറുവാദ്വീപിന് സമീപം ജോലിക്കിടെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. സംഭവത്തെ തുടർന്ന് പുൽപ്പള്ളി ടൗണിൽ വലിയ പ്രതിഷേധവും സംഘർഷവും ഉണ്ടായി. പ്രതിഷേധത്തിനെ തുടർന്ന് വനമന്ത്രി അടക്കമുള്ള സംഘം വീട്ടിലെത്തി രേഖാമൂലം പല ഉറപ്പുകളും നൽകിയാണ് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയത്. എന്നാൽ 2 തവണയായി 10 ലക്ഷം രൂപ ലഭിച്ചതൊഴിച്ചാൽ മറ്റു വാഗ്ദാനങ്ങളൊന്നും ഇതുവരെയും നടപ്പിലാക്കിയില്ലെന്ന് കുടുംബം പറയുന്നു. ഒരു യോഗം കൂടി അതിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയായിരുന്നു. അതിൽ എൻ്റെ വിദ്യാഭ്യാസം നോക്കിക്കോളും, പിന്നെ അമ്മയ്ക്ക് ജോലി കൊടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ പപ്പയായിട്ടുള്ള കടബാധ്യതകൾ എഴുതി തള്ളാമെന്നുണ്ടായിരുന്നു. അതിൽ 3 നിലവിൽ നടന്നിട്ടില്ല. അമ്മയ്ക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, ജോലി താൽക്കാലികമായിട്ടൊരു ജോലി കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്ഥിര ജോലിക്ക് അവർ റെക്കമെൻഡ് ചെയ്യാമെന്നുണ്ടായിരുന്നു. സ്ഥിര ജോലി കിട്ടിയിട്ടില്ല, താൽക്കാലികമായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. നഷ്ടപരിഹാരമായി 50 ലക്ഷം രൂപ നൽകാൻ സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുമെന്നും കുടുംബത്തിന്റെ കടങ്ങൾ എഴുതി തള്ളുമെന്നും കൂടാതെ മകളുടെ തുടർ വിദ്യാഭ്യാസം വനം വകുപ്പ് ഏറ്റെടുക്കുമെന്നും രേഖാമൂലം ഉറപ്പ് നൽകിയെങ്കിലും വാഗ്ദാനങ്ങളോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മുഖം തിരിക്കുകയാണെന്ന് പോളിന്റെ ഭാര്യ പറഞ്ഞു. ബാങ്കിലെ ആ കാര്യങ്ങൾ അതിൻ്റെ പലിശ പോലും അവർ നീക്കി തന്നില്ല. ബാങ്കുകാർ കളിപ്പില്ല. സർക്കാരിന് ബാങ്കുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല, സർക്കാർ ഉത്തരവ് ഇട്ടാലല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരങ്ങനെ പറയണത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങളുടെ സ്വന്തമല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയാന്ന് പറഞ്ഞു. അങ്ങനെ എംപ്ലോയ്മെൻറ്റ് ലോൺ വരെ ഉണ്ടായിരുന്നു, അതുവരെ എഴുതി തള്ളിയില്ല. വനം വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരിയായി ജോലി ചെയ്തു വരികയാണ് പോളിന്റെ ഭാര്യ. എന്നാൽ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛവേതനം കൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുടുംബം. +2 വിദ്യാർത്ഥിയായ പോളിന്റെ മകളുടെ തുടർ വിദ്യാഭ്യാസത്തിന് എങ്ങനെ പണം കണ്ടെത്തുമെന്ന ആശങ്കയും കുടുംബത്തിനുണ്ട്. ഇവിടെ വെച്ചാണ് വനം വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്ന പോൾ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. സംഭവം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടും സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടാത്തതിന്റെ വിഷമത്തിലാണ് കുടുംബം. ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനോടൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.